നമ്മളുടെ നാട്ടിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നിലനിർത്തേണ്ടത് നമ്മളുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് അനിവാര്യമാണ്. സർക്കാരിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് മാത്രമല്ല, നാടിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്കും അനിവാര്യമാണ് എന്ന് മാത്രമല്ല, തൊഴിൽ അന്വേഷിക്കുന്ന സാധാരണക്കാരായ ചെറുപ്പക്കാർക്ക് ആശ്വാസവുമാണ് നമ്മളുടെ നാട്ടിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ. അവയുടെ ഇന്നത്തെ സ്ഥിതി നമ്മളുടെ സംസ്ഥാനത്ത് എങ്ങനെയാണ് എന്ന് പരിശോധിക്കാം. നമസ്കാരം. നമ്മളുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് തികച്ചും അനിവാര്യമായ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, നമ്മളുടെ നാട്ടിലെ തൊഴിലന്വേഷിക്കുന്ന ചെറുപ്പക്കാർക്ക് തികച്ചും ആശ്വാസപ്രദമായ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങളുടെ ഇന്നത്തെ സ്ഥിതി എന്ത് എന്നുള്ളത് ഒരു വിലയിരുത്തൽ നടത്തേണ്ടത് അനിവാര്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളുടെ നാട്ടിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അതിൽ 18 പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിനുള്ള റിപ്പോർട്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. 18 സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നു. ഇതിന് കാരണമായി പറയുന്നത് നഷ്ടത്തിലാണ്, ഭീമമായ നഷ്ടത്തിലാണ്. സത്യമാണ്. കഴിഞ്ഞ 2021 റിപ്പോർട്ട് പ്രകാരം 6055 കോടി രൂപ നഷ്ടമുണ്ടായി ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന്. ലാഭത്തിൽ പ്രവർത്തിച്ചവയിൽ നിന്ന് ലഭിച്ചത് വെറും 655 കോടിയാണ്. 6055 നഷ്ടം, 655 ലാഭം. ഇത് നമ്മളുടെ സമ്പദ് വ്യവസ്ഥയ്ക്കുണ്ടാക്കുന്ന ആഘാതം വളരെ വലുതാണ്. ഇങ്ങനെ മുന്നോട്ട് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് പണം കൊടുത്ത് എത്ര കാലം പൊതുമേഖലാ സ്ഥാപനങ്ങൾ പ്രവർത്തിപ്പിക്കാൻ കഴിയും? സാധ്യമല്ല. അപ്പോൾ പിന്നെ ചെയ്യാൻ കഴിയുന്നത് ഇത് പൂട്ടുകയല്ലാതെ മറ്റു മാർഗമില്ല എന്നുള്ള ഒരു മാർഗമാണ് ഗവൺമെന്റിന്റെ മുമ്പിലുള്ളത്. പക്ഷേ നമുക്ക് ഇതെങ്ങനെ ലാഭകരമായി പ്രവർത്തിപ്പിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു പരിശോധന വേണ്ടേ? എന്തുകൊണ്ട് നഷ്ടത്തിൽ പോയി എന്നുള്ളതിനെ സംബന്ധിച്ചൊരു അവലോകനം വേണ്ടേ? ലാഭകരമായി പ്രവർത്തിപ്പിക്കാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും മാനേജ്മെന്റിനുണ്ട്, ഗവൺമെന്റിനുണ്ട്. ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഗൗരവമായി ഒരു പരിശോധന അനിവാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ 18 സ്ഥാപനങ്ങൾ മാത്രമല്ലല്ലോ പ്രശ്നം. ഉദാഹരണത്തിന് ഇപ്പോൾ ടെക്സ്റ്റൈൽ മില്ലുകൾ കോട്ടയം ടെക്സ്റ്റൈൽസ് അടച്ചുപൂട്ടി, എടരിക്കോട് ടെക്സ്റ്റൈൽസ് അടച്ചുപൂട്ടി. അതുപോലെ തന്നെ പ്രഭ്രാമില്ലിന്റെ സ്ഥലം, ചെങ്ങന്നൂരെ പ്രഭ്രാമില്ലിന്റെ സ്ഥലം 5 ഏക്കർ റൈസ് പാർക്കിന് കൊടുത്തു. 5 ഏക്കർ റൈസ് പാർക്കിന് കൊടുത്തത് ഇപ്പൊ റൈസ് പാർക്ക് ഉണ്ടോ? അതില്ല. ആ റൈസ് പാർക്കിന് കൊടുത്ത പണം കൊണ്ട് അന്ന് വരെയുള്ള പ്രോവിഡന്റ് ഫണ്ട് നിക്ഷേപം നടത്തി. അതിനുശേഷം പ്രോവിഡന്റ് ഫണ്ടിന്റെ നിക്ഷേപം നടത്തുന്നില്ല. ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നില്ല. നിലവിൽ പ്രവർത്തിക്കുന്ന പ്രഭ്രാം മില്ലും അതുപോലെയുള്ള ടെക്സ്റ്റൈൽ മില്ലുകളും KSTCയുടെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? തമിഴ്നാട്ടിലെ ഒരു സ്വകാര്യ മുതലാളി അവർ പറയുന്ന വിലയ്ക്ക് ഇവിടെ പഞ്ഞു കൊടുക്കും. ഇവിടെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ, നൂല് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ അവർ പറയുന്ന വിലയ്ക്ക് അങ്ങോട്ടും അവർ മേടിക്കും. പിന്നിത് എങ്ങനെ ലാഭത്തിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയും? ഈ നിലയിൽ നമുക്ക് എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? ജീവനക്കാർക്ക് ഒരാനുകൂല്യവും നൽകാതെ ഇത് അധികകാലം മുന്നോട്ട് പോകാൻ സാധ്യമല്ലാത്ത ഒരു സ്ഥിതി ഈ ടെക്സ്റ്റൈൽ കോർപ്പറേഷന്റെ മില്ലുകൾക്കുണ്ട്. ഇപ്പോൾ ട്രാക്കോ കേബിൾ 64-ൽ ഇരമ്പനം യൂണിറ്റ് ആരംഭിച്ചതാണ് എറണാകുളത്ത്, മന്ത്രി രാജീവിന്റെ നിയോജക മണ്ഡലത്തിൽ. അതിനുശേഷം തിരുവല്ലയിൽ, പിന്നീട് 2012-ൽ പിണറായിയിൽ 3 മില്ലുകളാണ്. നല്ല ഉന്നത നിലവാരമുള്ള കേബിളുകളാണ്. ആ ഉൽപ്പന്നം KSEB ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ മേടിക്കാൻ തയ്യാറാണ്. മാർക്കറ്റിങ്ങിന്റെ പ്രശ്നമല്ല, നടത്തിപ്പിന്റെ പ്രശ്നമാണ്. ഇരുമ്പനം യൂണിറ്റ് പൂട്ടാൻ തീരുമാനിച്ചിരിക്കുന്നു. ഔദ്യോഗികമായി വ്യവസായ വകുപ്പ് മന്ത്രി തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്ന് മാത്രമല്ല, ഇരുമ്പനത്തെ കണ്ണായ സ്ഥലം, ഏക്കർ കണക്കിന് കണ്ണായ സ്ഥലം അത് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ടെക്സ്റ്റൈൽ കോർപ്പറേഷന്റെ സ്ഥലം മാത്രമല്ല, ട്രാക്കോ കേബിളിന്റെ സ്ഥലവും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു. അപ്പോൾ ട്രാക്കോ കേബിളിൽ ഇന്ന് 10-12 മാസമായി ശമ്പളമില്ല. പ്രോവിഡന്റ് ഫണ്ട് പിടിച്ച തുക പോലും അടച്ചിട്ടില്ല. ഒരാനുകൂല്യവും ജീവനക്കാർക്കില്ല. 30 വർഷത്തിലേറെ ജോലി ചെയ്ത ജീവനക്കാർ റിട്ടയർ ചെയ്ത് പോകുമ്പോൾ
ഒരാനുകൂല്യവുമില്ലാതെ, ശമ്പള കുടിശ്ശിക പോലുമില്ലാതെ, പെൻഷൻ ഇല്ലാതെ, ഗ്രാറ്റുവിറ്റി ഇല്ലാതെ, വെറും കൈയോടെ കണ്ണീരും കയ്യുമായി ആ കമ്പനിയുടെ പടിവാതിൽ കടന്ന് പുറത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യം നമ്മളുടെ സംസ്ഥാനത്തെ വ്യവസായ മേഖലയ്ക്ക് എങ്ങനെയുണ്ടായി എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഗൗരവമായി ആലോചിക്കണം. ഇപ്പൊ നാട്ടകം സിമെന്റ്സിന്റെ സ്ഥലം വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. സ്ഥലം വിൽക്കുന്നതിന് ഒരു വ്യവസായ വകുപ്പിന്റെ ഒരു ഇത് വേണ്ടല്ലോ. വ്യവസായ വകുപ്പിനോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ വ്യവസായങ്ങൾ നന്നായിട്ട് നടത്താനല്ലേ, വ്യവസായ സംരംഭങ്ങൾ കൊണ്ടുവരാനല്ലേ, ഉള്ളവ നന്നായി നടത്താനല്ലേ. അവ നന്നായി നടത്താൻ കഴിയാത്ത സാഹചര്യം എങ്ങനെയുണ്ടായി? ഗവൺമെന്റ് പറയുന്നത് ഞങ്ങൾ ഓരോ വർഷവും പണം കൊടുക്കുന്നു, എന്നിട്ടും നഷ്ടത്തിൽ പ്രവർത്തിക്കുന്നു. പണം കൊടുക്കുന്ന പണം എങ്ങനെയാണ് വിനിയോഗിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ചൊരു പരിശോധന വേണ്ടേ? മാനേജ്മെന്റ് ശരിയായ രീതിയിലല്ല പണം വിനിയോഗിച്ചതെങ്കിൽ അതിന്റെ കുറ്റക്കാർക്കെതിരെ നടപടി വേണ്ടേ? അല്ലാതെ ഈ സ്ഥാപനങ്ങൾ ആക്രി വിലയ്ക്ക് വിറ്റു തൊലയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ ഗവൺമെന്റ് ഇപ്പോൾ പോകുന്നുവെങ്കിൽ അത് അപകടകരമായ ഒരു സ്ഥിതിയാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതിന് ഒരു മാറ്റം ഉണ്ടായേ പറ്റൂ. പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ഗൗരവമായ ഒരു അവലോകനം, ഒരു ചിന്ത നമ്മളുടെ സമൂഹത്തിൽ, നമ്മളുടെ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാകണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്.